Hi all, welcome to Let's Learn. Today we are going to study transcription of English words. So, what is transcription? Basically, we call it as phonetic transcription. So, phonetic transcription എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. Means ഒരു representation of speech sounds ആണ്. Okay. So, phonetic transcription, that is the visual representation of speech sounds or phones by means of symbols. Just symbols യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ this particular idea, this particular concept is based on IPA, that is International Phonetic Alphabet. അപ്പോൾ ഈ International Phonetic Alphabet എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അസോസിയേഷൻ, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻ this particular association, that is International Phonetic Association, they have a standardized universal form of alphabetic system. ഈ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും അങ്ങനെ സൗണ്ട്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, മീൻസ് നിങ്ങൾക്കറിയാലോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ദാറ്റ് മീൻസ് സ്പെല്ലിംഗ് ആൻഡ് the how we pronounce it, both are entirely different. So because of that reason, Otto Jespersen, he was a famous linguist, and then he proposed this thing, that is എന്താണ് പ്രപ്പോസ് ചെയ്തത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? അലക്സാണ്ടർ ജോൺ എല്ലിസ്, പാസി എന്ന് പറയുന്ന, സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ പാസി എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിനോടാണ് ഇത് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ തിങ്, ദറ്റ് ഈസ് IPA, ഇൻ്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇദ്ദേഹം ഓട്ടോ ജെസ്പേഴ്സൺ ആണ് സജസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അലക്സാണ്ടർ ജോൺ എലിസ്, ഹെൻറി സ്വീറ്റ്, ഡാനിയൽ ജോൺസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പാസി. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ദേ ഡെവലപ്പ് ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്സ്. അപ്പോൾ ഇതിൽ ഇവർ ബേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലാറ്റിൻ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന ഓരോ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ഓരോ റെപ്രസെൻറ്റേഷനും സിമ്പിൾസും ലാറ്റിൻ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ഓരോ സൗണ്ട്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഹെൽപ്സ്, എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ദിസ് ഹെൽപ്സ് ഇൻ ഓർഡർ ടു ഓവർകം ദ ഡിഫിക്കൽട്ടി ടു റെപ്രസെൻറ്റ് ദ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് കാര്യമായിട്ട് ഇംഗ്ലീഷിന് എല്ലാ ലാംഗ്വേജസും അതിൽ ഉൾപ്പെടുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത്. കാരണം ഈവൻ ദോ ഇംഗ്ലീഷ് ഡെവലപ്ഡ് throughout these centuries, what happened was that it got stuck in around related to the spelling of this language. അതാണ് ഉണ്ടായത്. സ്പെല്ലിങ് മാറിയതുമില്ല, ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ആ ഒരു പഴയ രൂപത്തിലുള്ള ആ ഒരു 15th century, 16th century, 17th century ആ ഒരു രീതിയിലുള്ള അതേ ഒരു സ്പെല്ലിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായി ഇംഗ്ലീഷ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, see as we know that we know the difficulty of learning English, because whatever we pronounce may not be represented. Then spelling problems will be there, then the stress, intonation, the language, to learn this language, everything makes it really difficult because of the disparity between the language, I mean the representation and the pronunciation. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ IPA എന്നുള്ളത്. ഓക്കെ, now we can go to this transcription. Before that I will